നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി ജോൺ ബ്രിട്ടാസ് എംപിയോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനത്തെപ്പറ്റിയും നമ്മൾ സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മൗനം പാലിച്ച പ്രധാനമന്ത്രി ബംഗളൂരുവിൽ നടന്ന പരിപാടികൾ ഒരിടത്തും വിവാദത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിയുന്നു, പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി തന്നെ വാചാലനാവുന്ന നരേന്ദ്രമോദിയാണ് ഇന്നും കണ്ടത്. എങ്ങനെയായിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ, ഇന്നത്തെ മോദിയുടെ ഒരു ശരീരഭാഷ അടക്കം മോദി സംസാരിച്ച കാര്യങ്ങളും? തീർച്ചയായും വലിയൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. കൃത്യമായ ഡേറ്റ വെച്ചുള്ള ഈ ഒരു ആരോപണം ഉണ്ടായെങ്കിലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ബംഗളൂരുവിൽ 3 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മറുപടി പറയുമെന്നായിരുന്നു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ 3 പരിപാടികളിലും മറ്റ് വിഷയങ്ങൾ മാത്രം ഊന്നിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂരിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജ്യം മുഴുവൻ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു, അത് ഇലക്ഷൻ കമ്മീഷൻ BJPയുമായി ചേർന്ന് നടത്തിയ ക്രമക്കേടാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും 3ാം തവണയും അധികാരത്തിലെത്തിയത് ഇത്തരത്തിലുള്ള ക്രമക്കേട് മൂലമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തെങ്കിൽ പോലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ആണ് ഇക്കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ പാർലമെന്റിന്റെ അകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്താൻ ഇപ്പോൾ ഇന്ത്യ സഖ്യം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പാർലമെന്റിന്റെ അകത്തെങ്കിലും പ്രധാനമന്ത്രിക്ക് മറുപടി പറഞ്ഞു പോകേണ്ടി വരും. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് കള്ളത്തരമായ ആരോപണമാണ് എന്നും കള്ളക്കണക്കുകളാണ് നിരത്തിയത് എന്നുമാണ് BJP വക്താക്കളടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി ആസിഫ്, വ്യക്തമാണ്.